2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി AV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ക്ഷേത്രങ്ങളുമായോ ആത്മീയ സ്ഥാപനങ്ങളുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആദരവും അംഗീകാരവും ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. സകല കാര്യങ്ങളും ധൈര്യവും ചിന്താശേഷിയും വർദ്ധിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ ശുഭ തീരുമാനം ഉണ്ടാകും. ഓഹരികളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. പരീക്ഷകളിൽ ഇന്റർവ്യൂകളിലും മികച്ച വിജയം കൊയ്യും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമായ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും വഴിയൊരുങ്ങും. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മികച്ച പുരോഗതി ദൃശ്യമാകും. അപ്രതീക്ഷിതമായി അധിക വരുമാനങ്ങൾ ലഭിക്കും. കൃഷിയിൽ നിന്നും അനുബന്ധ ബിസിനസ്സുകളിൽ നിന്നും ലാഭം വർദ്ധിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അനാവശ്യ വാദപ്രതിവാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക. വിവേകപൂർണമായ തീരുമാനങ്ങൾ വലിയ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കും. ജോലിയിൽ കൃത്യത പുലർത്തുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാൻ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. യുവാക്കൾക്ക് ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും കുടുംബത്തിലെ സമാധാനം നിലനിൽക്കുവാനും വഴിയൊരുങ്ങും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വ്യാപാര അതിർത്തികളെ വികസിപ്പിക്കുവാനും പുതിയ പങ്കാളികളെ ഉൾപ്പെടുത്തുവാനും സാധിക്കും. ഭവനത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും. ആരോഗ്യനില തൃപ്തികരമാക്കുവാനും കുടുംബത്തിൽ സന്തോഷം നിറയുവാനും ചെയ്യും. തുലോം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഔദ്യോഗിക കാര്യങ്ങൾ നിയമപരമായ ഇടപാടുകളിലും അതീവ സൂക്ഷ്മത പാലിക്കുക. സാമ്പത്തിക മാനേജ്മെന്റിൽ കൃത്യത പുലർത്തുന്നതും വിവേകത്തോടെ പെരുമാറുന്നതും തൊഴിൽപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വിലപിടിപ്പുള്ള വസ്തുക്കളും ഭവനവും ഭദ്രതയിൽ സൂക്ഷിക്കുക. സുപ്രധാന കാര്യങ്ങൾ ധൃതി പിടിക്കാതെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. വിവേകപൂർവമായ സമീപനം അനാവശ്യ നഷ്ടങ്ങൾ തടയുവാൻ സഹായിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റവും ആനുകൂല്യങ്ങളും ലഭിക്കും. നൽകാനുള്ള പണം തിരിച്ചു കിട്ടും. പുതിയ ഭവനം വാങ്ങുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കുകയും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഔദ്യോഗിക രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. മേലധികാരികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. ദൈവകൃപയാൽ ആഗ്രഹങ്ങൾ സഫലമാവുകയും വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുക. അയൽക്കാരുമായി സൗമ്യത പുലർത്തുന്നതും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതും മനം ശാന്തിക്കും ഐക്യത്തിനും നൽകും. മീനം രാശി പൂരട്ടാതി അവസാന മുക്കാൽ ഭാഗം, ഉത്രട്ടാതി രേവതി. സംഭാഷണങ്ങളിൽ സൗമ്യതയും മിതത്വവും പുലർത്തുന്നത് സൗഹാർദ്ദം നിലനിർത്തുവാൻ സഹായിക്കും. ആസൂത്രിതമായ വിശ്രമവും ഏകാഗ്രതയും ശീലിക്കുന്നത് തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും താല്പര്യവും നൽകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി AV 9746812212.